അപ്പൊ കൊമ്പൻസിന്റെ ഹൈദരാബാദ് ട്രിപ്പ് ഇതാ രാമോജി ഫിലിം സിറ്റിയിലെ മനോഹരമായിട്ടുള്ള ബാഹുബലി സെറ്റില് വന്നിരിക്കുകയാണ്. ഇവിടുത്തെ വലിയ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് മൊത്തം കറങ്ങി ഞങ്ങൾ ബസ്സിൽ ഈ സ്റ്റുഡിയോ ഈ സിറ്റി മൊത്തം കറങ്ങിയിട്ട് ഇപ്പോൾ ബാഹുബലി സെറ്റിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഈ കാണുന്ന ബാക്കിൽ കാണുന്ന സിംഹാസനമൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ സിനിമ കണ്ട ആൾക്കാർക്കൊക്കെ അതിൻ്റെ ആ സംഭവത്തിനെ കുറിച്ച് അറിയാം. കൂടുതൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ സെറ്റ് ഫുള്ളായിട്ട് കൊമ്പൻസ് കണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് കാഴ്ചകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ കൊമ്പൻസ് ഇതാ ബാഹുബലി സെറ്റിലേക്ക് കയറാണ്. നല്ല ഉറപ്പുള്ള വാതിലാണ്. നമ്മൾ സിനിമ കണ്ട പോലെ തന്നെ ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ രണ്ട് ആനകൾ നമ്മളങ്ങനെ വരവേൽക്കാണ്. ഇതാണ് നമ്മളുടെ ബാഹുബലി സെറ്റ്. ബാഹുബലി സിനിമ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവുന്ന വരുന്നു, കണ്ടവർക്ക് മനസ്സിലാവും ഇതാണ് അതിൻ്റെ സെറ്റ്. നമുക്ക് ആ സിനിമ കണ്ട ആൾക്കാർക്ക് അറിയാം ഇതിൻ്റെ ഒരു ഗാംഭീര്യം എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയുടെ സംഭവം എന്നൊക്കെ. എന്തായാലും അടിപൊളി സംഭവമാണ്. ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു കവാടം, അതിൻ്റെ വലിയ മരവാതിൽ, രണ്ട് സൈഡിൽ നിങ്ങൾ രണ്ട് ആനകൾ നമ്മളെ വരവേൽക്കുകയാണ്. അതുപോലെ ഇവിടെ വലിയ ഡ്രമ്മ്, ഈ ഡ്രമ്മ് കണ്ടോ, ഇതൊക്കെ ശരിക്കും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. മറ്റേ ഇത് അടിക്കുന്ന സൗണ്ടിന് വേണ്ടി അടിക്കുന്ന ഒരു വലിയ ബാൻഡ് പോലത്തെ സംഭവം അങ്ങനത്തെ രണ്ട് സൈഡിലുണ്ട്. പിന്നെ വളരെ മനോഹരമായിട്ട് ഈ സെറ്റ് ഇവിടെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. അപ്പോൾ കൊമ്പൻസ് ഇതാ ബാഹുബലിയുടെ സെറ്റ് കണ്ടുകൊടുക്കാൻ നടക്കാറുണ്ടോ. ഇവിടെ വെള്ളത്തിൽ മുക്കിക്കൊല്ലുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അതുപോലെ തന്നെ അതിൻ്റെ മനോഹരമായിട്ടുള്ള സിംഹാസനം വരുന്നത് ഇവിടെയാണ് കണ്ടോ. അതുപോലെ അങ്ങനെ കുറേ സംഭവങ്ങൾ, അതിൻ്റെ എല്ലാ കാര്യങ്ങളും അമ്മനെ കെട്ടിയിട്ട സ്ഥലം, ഈ തൂണ് കണ്ടോ, ഈ പില്ലർ കണ്ടോ, ഈ സംഭവം. അതുപോലെ അതിൻ്റെ മനോഹരമായിട്ടുള്ള മറ്റ് കാഴ്ചകളൊക്കെ അപ്പുറത്ത് കാണാനുണ്ട്. ഇതിൻ്റെ മേളിലാണ് അവിടെ സിംഹാസനവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. നമുക്ക് കയറി പോകാൻ പറ്റില്ല. ഇതൊക്കെ എവിടെ ഇവിടെ ഇങ്ങനെ കയറി ചെന്നിട്ടാണ് മനോഹരമായിട്ടുള്ള സെറ്റ് അവരുണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ സെറ്റ് ഇവിടെ ഇങ്ങനെ നിലനിർത്തിയിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് കൊമ്പൻസ് ഇതാ ഇങ്ങനെ വരുന്നു. പിന്നെ ഇതാ വലിയ രഥം, വലിച്ചുകൊണ്ടുപോകുന്ന രഥം അവിടെ കിടക്കുന്നുണ്ട്, വലിയ വീലുള്ള രഥം. എന്തായാലും നമുക്കത് കാണുമ്പോൾ തന്നെ ആ ഒരു ഗാംഭീര്യം ആ സിനിമയിൽ ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായത് നമുക്കിങ്ങനെ മനസ്സിലാവും. എല്ലാ ഭാഗങ്ങളും നമുക്കിങ്ങനെ നടന്ന് കാണാം. ഇവിടെ കുതിരകൾ വലിച്ചു കൊണ്ടുപോണ ആ ഒരു രഥത്തിന്റെ പോലെ സംഭവം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതില്ലേ ഇവിടെ കഥ പറയുന്ന സീന് ഈ ഒരു ആൽമരത്തിന്റെ ചോട്ടിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. കണ്ടോ, വലിയൊരു ആൽമരം ഉണ്ട്, അതിന്റെ ബാക്കിലാണ് രഥം കിടക്കുന്നത്. അതിന്റെ ഫോട്ടോ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അവര്. ഇവിടെ ആ കാളനെ കൊമ്പ് പിടിച്ചിട്ട് ഒതുക്കുന്ന ഒരു സീനുണ്ടല്ലോ, അത് ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ്. അപ്പോൾ കാളകളൊക്കെ എപ്പോഴും അതേപോലെ തന്നെ അവിടെ ഉണ്ട് കേട്ടോ. ഈ കുതിരൻ്റെ സംഭവം കാണാനാണ് രസം. അതുപോലെ അതിൻ്റെ മെയിൻ സിംഹാസനം അവിടെ ആ 4 പില്ലറുകൾ ഉള്ള സ്ഥലം, അവിടെയാണ് ഇവരുടെ രാജാക്കന്മാരിരുന്നിട്ട് ഓർഡർ ഇടുന്നതും ആ സിംഹാസനത്തിലാണ് അവരിയ്ക്കുന്നതൊക്കെ. അപ്പോൾ ഇത് അവരുടെ ഒരു കൊട്ടാരം പോലെ ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതുപോലെ തന്നെ ഇവിടെ കുറേ അവരുടെ വീട് പോലത്തെ സംഭവങ്ങൾ, മന്ത്രിമാരിരിക്കുന്ന ആ ഒരു ദർബാർ ഹാളും കാര്യങ്ങളൊക്കെ ഈ സൈഡിലാണ് വരുന്നത്. അങ്ങനെ എല്ലാം വളരെ മനോഹരമായി തന്നെ ഇപ്പോഴും ഇവിടെ നിലനിർത്തിയിട്ടുണ്ട് അവർ. ഇതെന്നാ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന രഥമാണ് കേട്ടോ. അങ്ങനെ കറങ്ങിയിട്ട് ആയുധം ഇങ്ങനെ കറങ്ങിയിട്ട് പോകുന്ന സംഭവം ഉണ്ടല്ലോ, ക്ലൈമാക്സ് സീനിൽ വരുന്ന ഒരു ഇതുണ്ടല്ലോ യുദ്ധത്തിൽ, ആ വാഹനമാണിത്. അപ്പോൾ രാമോജി ഫിലിം സിറ്റിയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് കൊമ്പൻസ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത്രയും ഗാംഭീര്യമുള്ള ഒരു ലൊക്കേഷനാണിത്. ആ വലിയ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷനാണ്. അപ്പോൾ നമ്മൾ ഈ കാളനെന്ന് തടഞ്ഞു നിർത്തുകയാണ് കേട്ടോ. ബാഹുബലി സിനിമയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതേപോലെ കാളനെ തടഞ്ഞു നിർത്തിയത്. ഇതാണ് ആ കാള. ഇതിങ്ങനെ ഒരു ഫൈബർ മെറ്റീരിയൽ ഉണ്ടാക്കി വെച്ചേക്കാണ് സെറ്റിൽ. എന്തായാലും ആ സിനിമയിൽ കണ്ട അതേപോലെ തന്നെ നമ്മൾ ഒരു സംഭവം ചെയ്തു നോക്കുകയാണ്, കാളനെ തടഞ്ഞു നിൽക്കുന്ന രംഗം. ഇങ്ങനെ ഒരുപാട് സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ലൊക്കേഷനിലൂടെയാണ് ഇപ്പോൾ കൊമ്പൻസ് യാത്ര ചെയ്തത്.
അപ്പോൾ കൊമ്പൻസൊക്കെ ഇതാ മനോഹരമായിട്ടുള്ള ബാഹുബലി സെറ്റ് കണ്ടുകൊണ്ട് ഇങ്ങനെ മുന്നിലേക്ക് പോവാൻ കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, അടിപൊളിയാണ്. എല്ലാ കാഴ്ചകളും കണ്ടുകൊണ്ട് കൊമ്പൻസ് ഇങ്ങനെ ബാഹുബലി സെറ്റിൻ്റെ ആ മെയിൻ സെറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സിംഹാസനത്തിൻ്റെ അടുത്തേക്ക്, ഇതാണ് ആ കാണുന്ന സിംഹാസനം. അപ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കുറച്ച് നേരമൊക്കെ ഇറങ്ങിയിട്ട് തിരിച്ചു പോകാം. നമ്മളെ ബസ് അവിടെ വരും, അപ്പോഴത്തേക്കും ആണ് ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ആ വലിയ രഥത്തിൻ്റെ പോലുള്ള മുന്നിൽ നിന്ന് കുതിര വലിക്കുന്ന സാധനം. അപ്പോൾ കൊമ്പൻസ് അത് കണ്ടുകൊണ്ട് ഇങ്ങനെ മുന്നിലേക്ക് പോവാണ്. ഇത്രയും വലുതായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ, അടിപൊളിയായിട്ടേ ഇവിടെ ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കാണ്. നമ്മൾ എല്ലാവരും ഇത് കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ. ഇങ്ങനെ കേട്ടേ ഈ സൈഡിൽ നിന്ന് ഇതുപോലെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത്രയും ദൂരത്തിൽ ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഈ സംഭവം കണ്ടോ, ഇത്രയും ദൂരത്തിൽ ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കാണ്. അപ്പോൾ നമ്മൾ ആ സിനിമ കണ്ട ആൾക്കാർക്കൊക്കെ അറിയാം ഇതിൻ്റെ ഒരു ഗാംഭീര്യം ആ സിനിമയിൽ കാണിക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. അപ്പോൾ ആ സംഭവം നമ്മൾ നേരിട്ടിട്ട് നമ്മളിങ്ങനെ കാണുകയാണ്. ഇതൊക്കെ ആ സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള, യുദ്ധത്തിൽ ഉപയോഗിച്ചിട്ടുള്ള വാഹനങ്ങളാണ് കേട്ടോ. ഇവിടെ കുതിര ഉണ്ടാവും, എന്നിട്ട് ആ തിരിയുന്ന പോലത്തെ വാള്, ആൾക്കാരെ തല വെട്ടി മാറ്റി ഇങ്ങനെ പോകുന്ന വാള് ഇതിനകത്ത് ഉണ്ടാവും. അങ്ങനെ എല്ലാ സംഭവം കണ്ടിട്ട് ഞങ്ങളിങ്ങനെ തിരിച്ച് ഇറങ്ങാനായിട്ട് പോവുകയാണ്. നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് നമ്മളെ ബസ് അവിടെ നിൽക്കുന്നുണ്ട്. ആ ബസ് കയറിയിട്ട് ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കണ്ടിട്ട് നമുക്ക് പുറത്തേക്ക് ഇറക്കണം. ഇത് ശരിക്കും നേരിട്ട് കൊണ്ടുവന്ന് കണ്ടാൽ മാത്രമേ അതിൻ്റെ ഗാംഭീര്യം നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഒക്കെ ഇത് സെറ്റിട്ട് വെച്ചേക്കാണ്. ഇനിയും ഇതിൻ്റെ 2-3 നമുക്ക് ഭാഗങ്ങൾ ഇറങ്ങാണ്ടാവും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഇതിങ്ങനെ നിലനിർത്തിയിട്ടുണ്ടാവുക. എന്തായാലും നമ്മളെ പിന്നിൽ കാണുന്നുണ്ടോ മനോഹരമായിട്ടുള്ള രഥത്തിൻ്റെ കാഴ്ചയാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ കണ്ടുകൊണ്ട് ഞങ്ങൾ കുറച്ച് സമയം കൂടി ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ബസ്സിൽ കയറിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകും. രാമോജി ഫിലിം സിറ്റി നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ഒരിക്കലും പ്രതീക്ഷയല്ല. പക്ഷേ ഇവിടുത്തെ ഫിലിം സിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായ നമ്മളോടുള്ള ഹെൽപ്പും അവരുടെ സഹകരണം കൊണ്ട് മാത്രമാണ് ഇവിടെ കയറാനും ഈ ബസ്സിലോ കയറി ഇവിടെ ഒന്ന് ഇറങ്ങി ഈ കാഴ്ചകളോ കാണാനും പറ്റിയ കേട്ടോ. പക്ഷേ അവർ നമ്മളോട് പറഞ്ഞത് ഇവിടെ ഇത്തരം കൂട്ടായ്മകളും ഇത്തരം ഒരുപാട് വീൽ ചെയറിൽ ആൾക്കാർ ഒരുമിച്ച് വരാത്തതുകൊണ്ടാണ് അവരുടെ കണ്ണിലിത് പെടാത്തതെന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മാക്സിമം ഇതൊക്കെ വന്ന് കാണാനായിട്ട് ശ്രമിക്കുക. എല്ലാ കാഴ്ചകളും ഒപ്പിയെടുത്തിട്ട് ഇങ്ങനെ മുന്നിലേക്ക് പോകാനുണ്ടോ. വീൽ ചെയറെ കുറിച്ച് സുഖമായിട്ട് പോകാൻ പറ്റും, അതാണ് ഇവിടുത്തെ പ്രത്യേകത. ബസ്സിൽ കയറാൻ മാത്രമാണ് നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അപ്പോൾ ഈ സൈറ്റിലൂടെ തന്നെ നമുക്കിങ്ങനെ അതിൻ്റെ അടുത്തൂടെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്കിങ്ങനെ പോകാൻ പറ്റും. നമ്മളുടെ ഗൈഡായിട്ട് വന്ന ആളാണ് ഈ നിൽക്കുന്നത്. അദ്ദേഹം നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. ഒരു ബസ്സിൽ നിന്ന് ഇറക്കാനും അവർ നമ്മളെ സഹായിച്ചു. നമ്മൾ ഈ ഫിലിം സിറ്റിയിലേ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സ്ഥലമാണ്, ലൊക്കേഷനാണ് ഈ ബാഹുബലി സെറ്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിനിമ കണ്ട ആൾക്കാർക്കൊക്കെ അറിയാം, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആ സിനിമ നമുക്ക് വീണ്ടും ഓർമ്മ വരും. അപ്പോൾ ഇത്രയും വലിയൊരു സെറ്റ് എങ്ങനെ ഒരുക്കണത് എന്ന് വരെ നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റും. കാരണം ഒരു സിനിമയ്ക്ക് വേണ്ടി എത്ര പൈസ ചിലവാക്കുന്നതൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. അത്രയും ഭംഗിയായിട്ടാണ് ഈ സെറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വന്ന് കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇതിനകത്ത് ഒരു ഫുഡ് കോർട്ടാണ് കേട്ടോ. അവിടെ നിന്ന് കാഴ്ചകളോ കണ്ടു വന്നാൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ഫുഡോ കഴിക്കാം, എന്നിട്ട് ഇവിടെ അങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാം. അപ്പോൾ നമ്മൾ ബാഹുബലിയുടെ ദർബാർ ഹാളിലുള്ള ഫുഡ് കോർട്ടിൽ ദോശ പറഞ്ഞിട്ടുണ്ട്. വലിയ ദോശയാണ്, 4 ആൾ കഴിക്കുന്ന ദോശ. അങ്ങനത്തെ 2 എണ്ണം പറഞ്ഞിട്ടുണ്ട്, അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമ്മളെ ദോശ വരുന്നുണ്ട് കേട്ടോ. 4 ആൾ കഴിക്കണ ഭീമാകാരൻ ദോശ വരുന്നുണ്ട്. അങ്ങനത്തെ 2 ദോശയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ ഫുഡ് കോർട്ടിലുള്ള ഭക്ഷണങ്ങളും ഇവിടുത്തെ ഓരോ കഥാപാത്രങ്ങളുടെ പേരിലാണ് കേട്ടോ. ഞങ്ങൾ കഴിക്കുന്നത് ബല്ലാലാൽ ദേവ് ദോശയാണ്, അതുപോലെ തന്നെ ബാഹുബലി ബിരിയാണി, കട്ടപ്പ ഭട്ടൂര, അങ്ങനെ കഥാപാത്രങ്ങളെ പേരിട്ട് കൊണ്ടാണ് ഓരോ ഫുഡും ഇവിടെ മെനു തയ്യാറാക്കിയിട്ടുള്ളത്. അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് രുചിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് 5 ആൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് തരാണ് കേട്ടോ. നല്ല കത്തിയാണ് ഇതിൻ്റെ ഉള്ളിൽ, എന്നാലും ഇപ്പോൾ കഴിക്കല്ലാതെ വേറെ മാർഗ്ഗമില്ലല്ലോ. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അവരെ പുറത്തിറങ്ങാൻ പറ്റില്ല. ഈ ഒരു ദോശക്ക് 650 രൂപയാണ്. ഇതാണ് അപ്പോൾ നമ്മളെ ദോശ. നല്ല മസാലയൊക്കെ ഉണ്ട്. അങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ കഴിച്ചു നോക്കാം. അടിപൊളിയാണ്, ടേസ്റ്റ് ഉണ്ട്. ഇത് മസാല എടുത്തണം. നമ്മളെ പിന്നിൽ കാണുന്ന വലിയ ഒരു പ്രതിമ ഉണ്ടോ, ആ കൊട്ടാരത്തിനകത്തുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്ന വലിയൊരു പ്രതിമയാണ് കാണുന്നത്. അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പുറത്ത് ഇങ്ങനെ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അമ്പും വില്ലുകളും കണ്ടോ, അത് ആ സിനിമയിൽ ഇങ്ങനെ ഒന്നിച്ച് തുരുതുരാ
പിന്നെ പോയി വിട്ടുകൊണ്ടിരുന്ന അമ്പും വില്ലുമാണ്. അതിൻ്റെ താഴെ ഇരുന്നിട്ട് നമ്മളുടെ കൊമ്പൻസിത പരിചമുട്ടി കളിക്കുന്നു. കൊമ്പൻസിത ബാഹുബലി രംഗങ്ങൾ പുനരാവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബാഹുബലി രംഗങ്ങൾ പുനരാവിഷ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ മേളിൽ കണ്ടോ, യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്ന, ശത്രുക്കളെ തുരത്താൻ ഉപയോഗിച്ചിരുന്ന അമ്പുകളാണിത്. രാമോജി ഫിലിം സിറ്റിയിലെ നമ്മുടെ ബാഹുബലി സെറ്റിൻ്റെ മനോഹരമായ കാഴ്ചകൾ അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് തന്നെ ഇറങ്ങാൻ കേട്ടോ. ഇനി ബസ്സിൽ കയറിയിട്ട് ബാക്കിയുള്ള സ്ഥലം കൂടി കണ്ടിട്ട് നമ്മൾ ഇവിടുന്ന് പോകും, തിരിച്ച് റൂം പോകും. എന്നിട്ട് ബാക്കി കാഴ്ചകൾ നാളെയാണ്. അപ്പോൾ രാമോജി ഫിലിം സിറ്റിയിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ബാഹുബലി സൈറ്റിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഫിലിം സിറ്റിയിൽ സെറ്റാക്കി തന്ന ബസ്സാണ് കേട്ടോ. അത്രയും സൗകര്യമാണ് നമുക്കിവിടെ ചെയ്തത്. ഈ 22-ാം നമ്പർ ബസ്സിലാണ് നമ്മൾ ഫുള്ളായിട്ട് ചുറ്റിക്കറങ്ങിയിട്ട് ഇവിടെ ഒന്ന് ഇറങ്ങിയത്. ഇനിയും ഇതിനകത്തേക്ക് തന്നെ കയറിയിട്ട് അടുത്ത ഒരു പാർക്ക് ഉണ്ട് ഇവിടെ, ആ പാർക്കിൽ ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇനി നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് ബസ്സിൽ കയറിയിട്ട് വീണ്ടും പോവാണ്. ഈ കാണുന്നൊരു ബസ് ഫിലിം സിറ്റി നമുക്ക് വേണ്ടി മാത്രം അറേഞ്ച് തന്നാണ്. നമുക്ക് ഗൈഡായിട്ട് വിശാൽ എന്ന് പറഞ്ഞൊരു ബ്രോനി നമുക്ക് ഒപ്പം തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൊണ്ടും ഫിലിം സിറ്റി നമ്മുടെ വീൽ ചെയർ ആക്സസിബിൾ ഇന്ത്യ എന്ന ക്യാമ്പയിനെ അവർ നല്ലോണം സഹായിച്ചിട്ടുണ്ട്, സ്വാഗതം ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മളെ റിക്വസ്റ്റായിട്ട് ഇനി വരുന്ന ആൾക്കാർക്കെങ്കിലും ഇവിടെ ഒരു ബസ് വീൽ ചെയർ ഫ്രണ്ട്ലി ആക്കിയിട്ട് ഇവിടെ സെറ്റ് ആക്കാനും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാർക്കിലേക്ക് പോവാണ് കേട്ടോ. ഇനി ഇത് കഴിഞ്ഞാൽ ഇവിടെ വൈകിട്ട് സ്റ്റണ്ട് ഷോ, അതുപോലെ തന്നെ രാമോജി ഷോ, അങ്ങനെ കുറേ ഷോസൊക്കെ ഉണ്ട്. നമ്മൾ പാർക്കിൽ ഇറങ്ങിയിട്ട് ജസ്റ്റ് എക്സിറ്റ് ആവുക എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിനുശേഷം റൂമിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ ഫിലിം സിറ്റിയുടെ ഗാർഡനകത്തേക്ക് പോവാണ് കേട്ടോ. നമ്മളവിടെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടു. ഇനി കുറച്ച് സമയത്ത് ഇങ്ങനെ ഗാർഡനാണ്. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ എൻട്രൻസ് പോയിട്ട് എക്സിറ്റ് ചെയ്യണം. അതായത് 2 ബസ്സിന് കയറണം. ഇവിടുന്ന് ഒരു ബസ് കയറിയിട്ട് നമ്മൾ ഫസ്റ്റ് കയറിയെടുത്ത് ഇറങ്ങണം. എന്നിട്ട് വീണ്ടും അവിടുന്ന് ഒരു ബസ് ആയിട്ട് എക്സിറ്റ് ചെയ്യണം. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ വീൽ ചെയർ തള്ളിയിട്ട് ഗാർഡനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മനോഹരമായിട്ടുള്ളൊരു വാട്ടർഫോൾസ് ഉണ്ട് കേട്ടോ. ഒരു വാട്ടർഫോൾ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ കുറേ ബേഡ്സ് ഉണ്ട്, നല്ല ഭംഗിയുള്ള അരയന്നം പോലത്തെ കുറേ ബേഡ്സ് ഉണ്ട്. ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ മേലുണ്ടോ 2 ബിംബങ്ങളിരിക്കണേ, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് കണ്ടിട്ട് കൊമ്പൻസ് ഇങ്ങനെ പാർക്കിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. ഒറിജിനൽ വെള്ളച്ചാട്ടം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു വെള്ളച്ചാട്ടമാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളൊരു കൊമ്പൻ ദോശയൊക്കെ അടിച്ചിട്ടേ തളർന്നിട്ട് വെള്ളച്ചാട്ടത്തിൽ വന്ന് കിടന്നുറങ്ങുകയാണ്. പാർക്കിനകത്ത് ഫുള്ള് പിള്ളേർ കയറിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളും ആ കാഴ്ച കണ്ട് ഇവിടെ ഉണ്ടോ, ബാക്കിൽ മനോഹരമായിട്ടുള്ള വാട്ടർഫാൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല ബേഡ്സ്, പക്ഷികൾ, പലതരത്തിലുള്ള പക്ഷികളും, അതേപോലെ തന്നെ അവർക്ക് നടക്കാനുള്ള വഴിയും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇവിടെ എങ്ങനെ ഇരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അരയന്നങ്ങളും കൊക്കുകളും പലതരത്തിലുള്ള കൊക്കുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് അവരെ കാണാനായിട്ട്. അവർക്ക് വേണ്ടി വെള്ളമൊക്കെ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുള്ളായിട്ട് പക്ഷികളാണ് കേട്ടോ. ഒരുപാട് ഏരിയ ഉണ്ട്, ഒരുപാട് തരത്തിലുള്ള പക്ഷികൾ, ബേഡ്സാണ് ഇവിടെയൊക്കെ ഉള്ളത്. പാർക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഐറ്റംസ് പക്ഷികളെ കാണാം. അതുപോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോവാം. ഇതിലൊക്കെ ഇപ്പം അവരൊക്കെ മുളയാൻ പോകുന്ന വൈകുന്നേരം ആവുമല്ലേ, അപ്പോൾ അവൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ പോവുകയാണ്. ഞങ്ങളെല്ലാവരും പാർക്കിൽ കയറിയിട്ട് ഇതാ ഇവിടുത്തെ ബേഡ്സിനെ കണ്ടുകൊണ്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ. നല്ല മനോഹരമായിട്ടുള്ള പാർക്കാണ്. നമുക്ക് ഒരുപാട് ബേഡ്സിനെ ഇവിടെ വന്നാൽ കാണാൻ പറ്റും. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഞങ്ങളിങ്ങനെ മുന്നിലേക്ക് പോവുകയാണ്. ഇനി കുറച്ചുകൂടി ചെന്നാൽ ഇവിടുന്ന് ബസ് കിട്ടും. അതിൽ കയറിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ അവിടെ നിന്ന് ഫസ്റ്റ് കയറിയ സ്ഥലത്ത് തന്നെ പോയിട്ട് ഇറങ്ങാം. അവിടെ കുറച്ചുകൂടി ഷോസൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ പോയി കാണാം. വേണ്ടെങ്കിൽ നമുക്ക് എക്സിറ്റ് അടിക്കാം. നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ബേഡ് ഉണ്ട് കേട്ടോ, അടിപൊളിയാണ്. നമ്മൾ വേഴാമ്പലാണ് തോന്നുന്നത്, ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുള്ള വേഴാമ്പലിനൊക്കെയാണ്. അടിപൊളി സാധനം. തത്തകളാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ സൗണ്ടാണ് ഈ കേൾക്കുന്നത്. ഭയങ്കര അടിപൊളി സൗണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല കാണാൻ കളർഫുള്ളായിട്ടുള്ള
രണ്ട് കിളികളുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് എന്തൊരു കളറാണ് അല്ലേ, നല്ല കളറാണ്, അടിപൊളി ഭംഗിയല്ലേ കാണാനായിട്ട്. രണ്ടുപേരും കൂടി വൈകുന്നേരത്തുള്ള സല്ലപിക്കലിലാണ്, ഞങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അടിപൊളി. ഇവിടെ വലിയ 3 ഓസ്ട്രിച്ച് ഉണ്ട് കേട്ടോ, ഒട്ടക പക്ഷികൾ. അപ്പം അതിനെങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അവിടെ എന്തൊരു വലുപ്പമാണെന്നറിയോ, ഇത്രയും വലുപ്പമുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ 2 ഉണ്ട്, നല്ല വലുപ്പമുണ്ട്, വലിയ ഓസ്ട്രിച്ചാണ്. ഓസ്ട്രിച്ചിൻ്റെ മുട്ടയാണത് കേട്ടോ, നല്ല വലുപ്പമുള്ള കുറേ മുട്ട ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് 2 പേരിരിക്കുന്നുണ്ട് കേട്ടോ, മരത്തിൻ്റെ ഉള്ളിൽ. ഇവിടെ ഫ്രീ ആയിട്ട് വിട്ടേക്കാണ് വരെ, കറക്റ്റ് കൂടൊന്നുമില്ല, വലിയൊരു കൂടിൻ്റെ ഉള്ളിൽ തുറന്ന് വിട്ടേക്കാണ്. ഇതിൻ്റെ അകത്ത് കണ്ട നല്ല കളർഫുള്ളാണ് കേട്ടോ, നല്ല കളറാണ് കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ട്. മതി ഇങ്ങനെ മരത്തിൻ്റെ അകത്തൂടെ ഇങ്ങനെ കയറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ അവർക്കിങ്ങനെ കൂട്ടിൽ മുളയാൻ പോകാനുള്ള സംഭവം ഉണ്ടല്ലോ, അതാണ് ഈ സൗണ്ട് വല്ലാണ്ട് വരുന്നത്. ഇവിടെ 2 ആളുണ്ട്. പെട്ടെന്ന് റെക്കോർഡിലാണ്, അങ്ങനെ പോയിക്കോ. അപ്പം നമ്മൾ ബേഡ്സിൻ്റെ നല്ല നല്ല ഭംഗിയുള്ള പക്ഷികളുടെ നല്ല ഭംഗിയുള്ള പക്ഷികളുടെ കാഴ്ചയെ കണ്ടിട്ട് ആ പാർക്കിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ വേറൊരു എക്സിറ്റാണ്. ഇനി ഇവിടുന്ന് വേറെ കുറേ കാഴ്ചകളുള്ള ഒരു മനോഹരമായ പാർക്കിലേക്ക് കണ്ട് പാർക്കിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. നമുക്കൊരു ചായ കിട്ടണം, നല്ല പ്രചുള്ള. അവിടെ ഒരു ചായക്കട കാണുന്നുണ്ട്, അവിടെ നിന്ന് പോയി നോക്കാം. അപ്പൊ കൊമ്പൻസൊക്കെ ഇതാ അവിടെ കാഴ്ചകൾ കണ്ടിട്ട് പാറിപ്പറന്ന് ഇങ്ങനെ വരികയാണ് കേട്ടോ. ഇവിടെ മനോഹരമായിട്ടുള്ളൊരു, ഇതിനകത്തേ ഇവിടെ നല്ലൊരു കൊമ്പനാന നിൽക്കുന്നുണ്ട്. അതിനകത്ത് ഇങ്ങനെ വന്നാലേ ഇവിടെ മനോഹരമായിട്ട് വെള്ളം ഇങ്ങനെ മുകളിലേക്ക് ചാടി വരുന്ന ലൈറ്റ് ഷോ ഒക്കെ നടക്കുന്ന പോലുള്ള സംഭവമുണ്ട്. അതിൻ്റെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ അടിപൊളിയായിട്ട് കാണാൻ നല്ല ഭംഗിയുള്ള ഒരു വാട്ടർ ഫൗണ്ടെയിനാണ്. നമുക്ക് അവിടുന്ന് ഇങ്ങനെ വരുമ്പോഴേ ഇവിടെ ചായ ഉണ്ട്, ചായ കുടിച്ചിട്ട് ഒന്ന് എനർജി ആയിട്ട് പോവാം. ഇവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ ഇവിടെ നിന്ന് കുടിക്കാം. അപ്പോൾ നമുക്ക് അതിനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. അപ്പോൾ രാമോജി ഫിലിം സിറ്റിയിലെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് എക്സിറ്റ് ആവാൻ കേട്ടോ. രാവിലെ ഒരു 11 മണിക്ക് ഇങ്ങോട്ട് വന്നതാണ്. പിന്നെ ബസ് കയറി പല കാഴ്ചകളും കണ്ടു. പിന്നെ അവിടെ നമ്മളെ ബാഹുബലി സെറ്റിൽ പോയി അവിടുത്തെ കാഴ്ചകൾ കണ്ടു. ഇവിടെ പാർക്കിൽ ഇറങ്ങി പല കാഴ്ചകൾ കണ്ടു. നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്, കാരണം രാവിലെ ഒരു 10 മണിക്ക് തുടങ്ങിയതാണ് വീൽ ചെയർ ഉരുട്ടിയിട്ട് പല ഭാഗത്തു കൂടെ ഇങ്ങനെ നടക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇങ്ങനെ എക്സിറ്റ് ആയിട്ട് ഇവിടുന്ന് ബസ് കയറിയിട്ട് നമ്മൾ ആദ്യം വന്നിറങ്ങിയ സ്ഥലത്ത് പോയി ഇറങ്ങണം. അവിടുന്ന് വീണ്ടും നമ്മൾ വേറെ ബസ് കയറിയിട്ട് പോകണം. അപ്പോൾ ഒരു വൈകുന്നേരത്തെ കാഴ്ചയാണ്. സമയം ഒരു 6 മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്, ഇനി ഇരുട്ടാവാൻ പോവാണ്. ഇവിടെ മനോഹരമായിട്ടുള്ള ലൊക്കേഷൻ ഉണ്ട്, പാട്ട് സീനൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു ലൊക്കേഷനാണ്. മലയാളം സിനിമ കണ്ടവർക്കൊക്കെ ഒരുപാട് സിനിമയിൽ ഈ ഒരു ലൊക്കേഷൻ കണ്ടതായിട്ട് അറിയാൻ പറ്റുന്നുണ്ടാവും കണ്ടോ. അപ്പോൾ പാട്ട് സീനും അങ്ങനത്തെ രംഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഒരു മനോഹര ലൊക്കേഷനാണിത്. അപ്പോൾ നമ്മളവിടെ ഇങ്ങനെ കറങ്ങി നടക്കണ്ട. എല്ലായിടത്തും നമുക്ക് വീൽ ചെയർ ഇതേപോലെ ഉരുട്ടിയിട്ട് മൂവ് ചെയ്യാം. സ്വന്തമായിട്ട് തന്നെ വീൽ ചെയർ, മോട്ടോർ വീൽ ചെയറൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പോകാൻ പറ്റും എല്ലായിടത്തും. മാനുവൽ വീൽ ചെയർ ആകുമ്പോൾ നമുക്കിങ്ങനെ കൈ കൊണ്ട് ഉരുട്ടിയിട്ട് നല്ലോണം ക്ഷീണിക്കും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്. എന്നാലും ഞങ്ങൾ ഒട്ടുമിക്ക സ്ഥലമൊക്കെ പോയിട്ട് കണ്ടു കണ്ടോ. ഇത്രയും സ്ഥലത്തിൽ ഏരിയയിൽ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്, നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം. അപ്പോൾ ഞങ്ങളിവിടെ ഒരു ആക്ഷൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയുണ്ടോ. വീൽ ചെയർ തള്ളിയിട്ടുള്ള ഒരു മനോഹര സീന് ഞങ്ങളിവിടെ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാണ്. കൊമ്പൻസിമിൻ്റെ മെയിൻ ആൾക്കാർ അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഞങ്ങൾ മാത്രം നല്ല വീൽ ചെയർ സിംഗിളായിട്ട് വന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അവസാനം എല്ലായിടത്തും കറങ്ങിയാൽ നമ്മൾ എത്തുന്ന സ്ഥലമാണ്. ഇവിടെ ഇങ്ങനെ മനോഹരമായിട്ട് കാറ്റ് കൊണ്ടിരിക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് കിടന്നുറങ്ങുകയോ ചെയ്യാം, റെസ്റ്റ് എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. രാത്രിയാകുമ്പോൾ ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ.
രാത്രി ലൈറ്റൊക്കെ ഉള്ള മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത് കേട്ടോ. ബസ്സിലിങ്ങനെ പോകുമ്പോഴേ രണ്ട് സൈഡിലും അടിപൊളി കാഴ്ചയാണ്. നമ്മള് രാവിലെ പോയപ്പോ കണ്ട വഴി തന്നെയാണ്, പക്ഷെ ഇപ്പൊ കാണുമ്പോൾ വേറൊരു വൈബാണ്. എല്ലാ സംഭവം ലൈറ്റിട്ട് എന്താ ഭംഗിന്നറിയോ. എവിടെയോ പോയൊരു ഫീല്. നമ്മൾ രാവിലെ കണ്ട സാധനം തന്നെയാണിത്, പക്ഷെ നമുക്കത് കാണുമ്പോഴേ എല്ലായിടത്തും ലൈറ്റ് സെറ്റ് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഒന്ന് ബസ് ഇറങ്ങിട്ടോ. ബസ് ഇറങ്ങിയാൽ ഇപ്പോൾ ഇവിടുന്ന് കാണുന്ന ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. നമ്മൾ കരുതിയത് ഇത്ര ഇവിടെ പ്രതീക്ഷിച്ചിട്ടില്ല. ആ ഷൂട്ടിംഗ് ലൊക്കേഷൻസ് മുഴുവൻ ലൈറ്റിൽ ഇങ്ങനെ തിളങ്ങി കാണുന്ന മനോഹരമായിട്ടുള്ള കാഴ്ചകൾ എല്ലാം നമ്മൾ രാവിലെ കണ്ട സംഭവങ്ങൾ തന്നെയാണ് ഈ കാണുന്നതൊക്കെ. പക്ഷെ അതിപ്പോൾ ലൈറ്റ് ഇട്ടിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് അല്ലേ. എന്താണ് ഭംഗി. നമ്മളെ ജോധാക്പുറൊക്കെ ഷൂട്ട് ചെയ്തിട്ട ലൊക്കേഷനാണ് ആ കാണുന്നത് കേട്ടോ. ആ കാണുന്ന സാധനം ഒരുപാട് സിനിമക്ക് ലൊക്കേഷൻ ആയിട്ടുണ്ട് അത്. അതുപോലെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോകമൊട്ടാകെ ഇങ്ങനെ ലൈറ്റ് നിർത്തിയേക്കാണ്. ഇതൊരു ഭംഗിയാണെന്നറിയോ. അപ്പൊ ശരിക്കും രാവിലെ വന്നിട്ട് ഇങ്ങനെ കറങ്ങി വൈകുന്നേരം ആവുമ്പം ഈ ഒരു സമയത്ത് വന്നാലാണ് നമുക്ക് ഈ ഒരു കാഴ്ചയെ കാണാൻ പറ്റുള്ളൂ. മുന്നിൽ വണ്ടി എത്തി ഫോട്ടോ എടുക്കാൻ പറ്റില്ലല്ലോ. ബാലാജി ധാബ ഒത്തിരി പൊടിയൊന്നും പറിച്ചില്ല കേട്ടോ. എന്താ അങ്ങനെ ഞങ്ങള് എല്ലാ കാഴ്ചകളും കണ്ട് രാമോജി ഫിലിം സിറ്റിയിൽ നിന്ന് തിരിച്ചിറങ്ങാണ്. താങ്ക് യു, വിസിറ്റ് അഗൈനൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് ഇനിയും വരാം, കാണാം. അപ്പം ഞങ്ങളിതാ റൂമിലേക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ഫിലിം സിറ്റിത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വരുന്ന വഴിക്ക് ഇവിടെ റോട്ടിലിറങ്ങിയിട്ട് ഇവിടുത്തെ അടിപൊളി നാടൻ ദോശയും നാടൻ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ദോശയും ചട്നിയും ഇഡ്ഡലിയും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിച്ചിട്ട് റൂമിൽ പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങണം. ബാക്കി കാഴ്ചകളൊക്കെ നാളെയാണ്. ഇനി 2 ദിവസം കൂടി ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞിട്ടാണ് തിരിച്ചു പോവുക. അപ്പോൾ കൊമ്പൻസിൻ്റെ ഹൈദരാബാദ് ട്രിപ്പിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ദിവസമായിട്ട് ഞങ്ങളുടെ വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാണുന്ന ആൾക്കാർക്കും സപ്പോർട്ട് ചെയ്ത ആൾക്കാർക്കും 1000 നന്ദി. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം.